മാന്യ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, സഹോദരങ്ങളെ, ഞാനൊരു വലിയ കാര്യം ഇവിടെ പറയാൻ പോവുകയാണ്, വെളിപ്പെടുത്താൻ പോവുകയാണ്. എന്നെ വല്ലാതെ വിഷമിപ്പിച്ച, നമ്മൾ ഇപ്പോഴും ഒരുമിച്ച് കഴിയുന്ന രണ്ട് വ്യക്തികൾ, ഞാൻ പുകവലിക്കാത്തതുകൊണ്ടും മദ്യം കഴിക്കാത്തതുകൊണ്ടും എന്നെ ജീവിതം നായ നക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെപ്പറ്റി പൂർണ്ണമായും ചിന്തിച്ചു. ചെറിയ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ എൻ്റെ ഒരു നിമിഷം പോലും വെറുതെ പോയിട്ടില്ല. ഇതുവരെ ഈ 74ാം വയസ്സ് വരെ വെറുതെ ആയിപ്പോയിട്ടില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ്. അത് എങ്ങനെയൊക്കെ എന്ന് ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റിയ ഞാൻ ആരാണ്? അവരൊക്കെ എന്തെല്ലോ പൊതുപ്രവർത്തനത്തിലും പോകുന്നുണ്ട്, രാഷ്ട്രീയമായിട്ടൊക്കെ. ഞാനതല്ല. സ്വന്തം കഴിവ് കൊണ്ട് മാത്രം എല്ലാം നേടിയെടുത്ത ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് ഈ വലിയ 140-ലധികം കോടി ജനങ്ങൾ വസിക്കുന്ന ഈ ഭാരതത്തിൻ്റെ 10 വർഷം ഭരിച്ചതിന് ശേഷം ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു കത്ത് കിട്ടിയാൽ തന്നെ അത് വലിയ ബഹുമതിയായി കണക്കാക്കണം. അത് സ്വകാര്യമല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു വർഷത്തോളം വെച്ചു. പക്ഷേ അതല്ല, അറിയണം. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഒരു സാധാരണ പൗരനോട് ഏത് തരത്തിലുള്ള പെരുമാറ്റമാണ് എന്നുള്ളത് അറിയേണ്ടതാണ്. അത് എനിക്ക് കിട്ടിയ, അതുപോലെ എനിക്ക് അങ്ങിൽ നിന്ന് കിട്ടിയ അതും അറിയേണ്ടതാണ്. ഞാൻ മാത്രമല്ല, ആരായാലും എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഒരു സന്ദേശം വന്നു. കഴിഞ്ഞ മെയ് മാസം 5-ാം തീയതി. എന്താണ്? Dear Uttaman Kodiyeri, you have sent many valuable opinions to me for the nation. It will be useful to nation. പ്രിയപ്പെട്ട ഉത്തമൻ കോടിയേരി, താങ്കൾ എനിക്ക് രാജ്യത്തിന് വേണ്ട പല കാര്യങ്ങളും, നല്ല കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ താങ്കളോട് ഒരു കാര്യം, താങ്കളെ വികസിത ഭാരതത്തിലൂടെ ഒരു കാര്യം അറിയിക്കുകയാണ്. ഞാൻ 10 വർഷമായി 140 കോടി ജനങ്ങളെ സേവിക്കുന്നു. പലതരത്തിലും പല വിഭാഗങ്ങളിലുമൊക്കെയായി സേവിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിഷമമോ ഗുണം ലഭിക്കാതെയോ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് എന്നെ അറിയിക്കണം. അതിനുള്ള പരിഹാരവും നിർദ്ദേശിക്കണം എന്ന് പറയുകയുണ്ടായി. ഞാൻ പറയുന്നു. This letter is sent by the Government of India under the leadership of Honorable Prime Minister Narendra Modi. In the last 10 years, more than 140 crore citizens of India have directly benefited from the various schemes and policies of the Government of India and will continue to benefit in the future. And dear Uttaman, your feedback and suggestions are very important to fulfill the aspirations of a Vikasit Bharata. Therefore, you are requested to kindly share your feedback and suggestions. Dear സുഹൃത്തുക്കളെ, എനിക്ക്
ഇങ്ങനെയൊരു ലെറ്റർ എൻ്റെ അഭിപ്രായങ്ങളും മറ്റും അങ്ങ് അയച്ചു കൊടുക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട ആ ഒരു എന്താണ് അപ്പോഴെനിക്കുണ്ടായത്? അത് ഞാൻ മറുപടി അയച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കണം. ഞാൻ അയച്ചത് വികസിത ഭാരതത്തിന്. എന്താണ് വികസിത ഭാരതം? ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ പ്രതിജ്ഞ ചെയ്തതുപോലെ ബ്രദർഹുഡ്, സഹോദരി സഹോദരന്മാർ ആയിത്തീരുന്ന ആവുന്ന തരത്തിലുള്ള ഒരു ഭാരതം. അത് വളരെ ഇങ്ങനെയൊന്നുമല്ല. നിങ്ങൾ വേണ്ടവർ യൂട്യൂബ് എടുത്തിട്ട് ഉത്തമൻ UTHAMANKM എന്നടിച്ചാൽ ഇപ്പോഴുള്ള ഈ വീഡിയോ കിട്ടും. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങോട്ട് ബെല്ലടിക്കുകയും ചെയ്താൽ നിങ്ങൾക്കെല്ലാം കിട്ടും. എൻ്റെ 660ഓളം വീഡിയോസ് ഉണ്ട്. മെയ് 10 മെയ് 10 മെയ് 10 ഉള്ള വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഞാൻ അങ്ങോട്ട് അയച്ച മറുപടി ഇംഗ്ലീഷിലാണേ. അത് നിങ്ങൾ കാണും. ഇത് എല്ലാം അറിയേണ്ടതാണ്, കുട്ടികൾ പഠിക്കേണ്ടതാണ് എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് നോക്കുക. എന്താണ് ഞാൻ അയച്ചത്? എൻ്റെ ഒരു ഇതാണ് അത്. ഞാൻ അയച്ചത് എന്താണെന്ന് നോക്കണം. അപ്പോൾ ഇത് ഞാൻ അയച്ചത് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് മുമ്പേ പ്രധാനമന്ത്രിക്ക് അയച്ചത്? എന്താണ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പ്രധാനപ്പെട്ട ഒരു ലെറ്റർ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അയോധ്യയിലെ ഇതും അറിയേണ്ടത് തന്നെയാണ്. ഞാൻ പല ക്ഷേത്രങ്ങളിലും പോയി അവിടെ തെറ്റ് കാണുമ്പോൾ പറയാറുണ്ട്. ശബരിമലയിൽ പോയപ്പോൾ 18ാം പടി കയറുമ്പോൾ ആ ഭാഗത്ത് വളരെ ഉയരത്തിൽ കണ്ടു തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അന്ന് ഞാൻ പോകുമ്പോൾ എനിക്ക് ഇന്നത്തെ ധൈര്യമില്ല. എന്താണ് പറയുക, ഈ ഗ്രന്ഥം ഭഗവത്ഗീത മുഴുവൻ ശ്ലോകത്തിനും ഇംഗ്ലീഷിൽ ആശയം എഴുതിയതിന് ശേഷം അത് ഞാൻ പ്രധാനമന്ത്രിക്ക് അയച്ചിരുന്നു ലോകസഭയിൽ പ്രകാശനം ചെയ്യാൻ. കാരണം 10 വർഷത്തെ കഠിന പ്രയത്നം, 12 മണിക്കൂറൊക്കെ അധിക ദിവസവും ഇരുന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. പ്രസംഗങ്ങളൊക്കെ ഉണ്ട്, ഇന്ത്യൻ ഫിലോസഫിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്തതിന് ശേഷം ഭഗവത്ഗീത എന്താണ് നമുക്ക് എന്ത് കഴിവുണ്ട്, എനിക്കെന്തും ഇതിനെപ്പറ്റി പറയാനുള്ള ഒരു ധൈര്യമുണ്ടായിരുന്നു. അങ്ങനെ അയോധ്യയിലെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം 2 ആഴ്ച വരെ ഞാൻ കാത്തിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ ഒന്നുമില്ല, കണ്ടില്ല. ഞാൻ പ്രധാനമന്ത്രിക്ക് എഴുതി, ഡിയർ സർ ഇംഗ്ലീഷിലാണ്. ക്ഷേത്രം വളരെ ഗംഭീരം. ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടില്ല, ക്ഷേത്രത്തിൻ്റെ ബിൽഡിംഗ് വളരെ ഗംഭീരം. ക്ഷേത്രമാണെങ്കിൽ അതിൽ ഈശ്വരൻ വരണം. പിന്നെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടില്ല, പ്രതിമ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞെങ്കിലും അത് നൂല് കെട്ടിയ ഏതാനും പേർ കുറച്ച് ദിവസം മന്ത്രം ചൊല്ലി പുഷ്പങ്ങളും മറ്റും അതിലർപ്പിച്ചാൽ ശ്രീരാമൻ ആ പ്രതിമയിൽ വന്ന് കയറുമോ? കയറിയിട്ടുണ്ടോ? ഐ ആം ഷുവർ there is no Srirama at all in Ayodhya temple. ഇതും പറഞ്ഞു. അതിനുശേഷം ഇതും പറഞ്ഞു. ഇന്ത്യ പണ്ട് ആ പഴയ പ്രതിഷ്ഠയായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ വസിഷ്ഠ മഹർഷിയോ വിശ്വാമിത്ര മഹർഷിയോ പ്രതിഷ്ഠിച്ചതായിരിക്കാം. അതിലിപ്പോഴും അതിൻ്റെ ചൈതന്യമുണ്ടായിരിക്കും എന്നും ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഇനി അത് ചെയ്യാനുള്ള, അത് ശരിയാവാനുള്ള, ഭഗവാൻ അവിടെ വന്നെത്താനുള്ള ഒരു മാർഗം ആദ്യം പഞ്ചഗവ്യം കൊണ്ട് ശുദ്ധീകരിക്കുക. പിന്നെ എപ്പോഴും ഒരുപാട് മന്ത്രം വേണ്ട,
ഓം നമോ നാരായണായ, ഓം ശ്രീരാമചന്ദ്രായ നമ. ഈ മന്ത്രം എപ്പോഴും മുഴങ്ങിക്കേൾക്കുക. വരുന്നവരൊക്കെ ഓരോ സമയത്തേക്ക് ഓരോ അർച്ചന നിശ്ചയിക്കുക. വരുന്നവരൊക്കെ അർച്ചന നേരിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അതിലങ്ങോട്ട് അർപ്പിക്കുക. അത് 108 ദിവസം, ലക്ഷക്കണക്കിന് ജനങ്ങൾ 108 ദിവസം അങ്ങനെ ചെയ്താൽ ശ്രീരാമൻ തീർച്ചയായും അതിൽ വന്നു ചേരും സാർ എന്ന് ഞാൻ നിർദ്ദേശിച്ചു. തീർച്ചയായും ആദ്യം മന്ത്രങ്ങൾ ചൊല്ലി ഒക്കെ കർമ്മം ചെയ്തവർ കൂലിക്കാണ് ചെയ്തത്. അത് യാന്ത്രികമാണ്. വിശ്വാസത്തോടെ ഭക്തിയോടെ അതിലർപ്പിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വരില്ല. കാരണം ഭക്തജനങ്ങൾ നേരിട്ട് ആരെയും തടയാൻ പാടില്ല, ആരെയും പരിശോധിക്കാൻ പാടില്ല. വരുന്നവരൊക്കെ അതിൽ വിശ്വാസത്തോടെ അർപ്പിക്കട്ടെ എന്നാണ് ഞാൻ പ്രധാനമന്ത്രിയോട് നിർദ്ദേശിച്ചത്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ശ്രീരാമൻ അവിടെ ഉണ്ടോ വന്നോ എന്ന് വന്നെങ്കിൽ എനിക്കൊരു ഗുരു ഉണ്ട്, സദ്ഗുരു തന്നെയുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പലതും എനിക്ക് വന്നു ചേരി. ഗ്രന്ഥം ചെയ്തത് തന്നെ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടും അത് ചെയ്തതും ആ ഗുരു തന്നെയാണ് ഗുരു അല്ലെങ്കിൽ ഈശ്വരൻ തന്നെയാണ് അത് ചെയ്തത്, ഞാനല്ല. ഞാൻ 2 പ്രാവശ്യം എനിക്ക് ജ്ഞാനപീഠം അവാർഡിന് അർഹനാണ്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു മഹാകാവ്യം സംസ്കൃതത്തിൽ 1000 വർഷം മുമ്പേ ചെയ്തതാണ്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തീർച്ചയായും ജ്ഞാനപീഠം അവാർഡിന് അർഹനാണ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നോട് ഓഫീസിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഈ ഭഗവത്ഗീത ഞാനാണ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. ഇത് ശരിക്കും ഒരു തൂലിക മാത്രമായിരുന്നു. ഭഗവാൻ എന്നെക്കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവകാശപ്പെടുകയില്ല. അർഹിക്കുന്നെന്ന് സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നൽകുക എന്ന് ഞാൻ പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് എനിക്ക് പ്രധാനമന്ത്രി ഇത് പ്രകാശനം ചെയ്യാൻ, ലോകസഭയിൽ നിന്ന് പ്രകാശനം ചെയ്യാൻ 2 കോപ്പി അയച്ചിരുന്നു. 2-3 എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. 2-3 മാസത്തോളം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും വിവരമില്ലാതായപ്പോൾ മാതാ അമൃതാനന്ദമയി ദേവിയെ സമീപിച്ച് അവർ ഇത് വാങ്ങി എല്ലാം മറിച്ചു നോക്കി അങ്ങനെ നമസ്കരിച്ച് അങ്ങ് അവിടെ കൂടെ നിൽക്കുന്നവരെ എടുത്തു കൊടുത്തു. അങ്ങനെ അമൃതാനന്ദം വിവരം ഞാൻ വെറും 2 വാചകത്തിൽ സംസ്കൃതത്തിൽ എഴുതി പ്രധാനമന്ത്രിയെ അറിയിച്ചു. മാതാ അമൃതാനന്ദമയ്യൻ്റെ ആ പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നു. ഇതിൽ പരം ഭാഗ്യം എനിക്കെന്താണുള്ളത് എന്ന് ഞാൻ വെറും 2 സംസ്കൃതത്തിൽ 2 വാചകം. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് മറുപടി വന്നു. താങ്കളുടെ ഇങ്ങനെയുള്ള ഈ പേരുള്ള പുസ്തകം ദി സയൻറ്റിഫിക് ജേണി ത്രൂ ഭഗവത്ഗീത ദി ഗ്രേറ്റ് എന്ന ബുക്കും അതിൻ്റെ കൂടെയുള്ള ഒരു ലെറ്ററും കിട്ടി എന്ന് ഒരു മറുപടി വന്നു. പിന്നീട് ഞാൻ അയച്ചത് ഇതാണ്. അയോധ്യയിലെ ഭഗവാൻ ശ്രീരാമൻ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ധ്യാനിക്കാറുണ്ട്. അപ്പോൾ അവിടെ ചിന്തിക്കാറുണ്ട്. എനിക്ക് ശ്രീരാമൻ എത്തിയതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് ഈ സ്വാമി ഞാൻ വേണ്ട സമയത്തൊക്കെ കാര്യമായ 2 രോഗം ഞാൻ 2 ആൾക്ക് മാറ്റിയിട്ടുണ്ട്. സ്വാമിയുടെ ശക്തി ഇതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരുടെയും എത്തണം. ഇതിൻ്റെ ഞാൻ നൽകിയ മറുപടിയും നിങ്ങളെടുത്ത് നോക്കണം. അതറിയേണ്ടതാണ്. ഭാരതം എങ്ങനെയായിരിക്കണം, ആയിരിക്കും ഏറ്റവും വലിയ വികസനം എന്നാണ് ഞാൻ എഴുതിയത്. ബ്രദർ എന്ന് വിളിച്ച് സംസാരിക്കാൻ, ആരെയും വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് ഏറ്റവും വലിയ വികസനം എന്നാണ് ഞാൻ എഴുതിയത്. ഇംഗ്ലീഷിലാണ്. അത് അത്ര കൊണ്ടൊന്നും തീർന്നിട്ടില്ല. നിങ്ങൾ എടുക്കുമെങ്കിൽ എൻ്റെ പേരടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് എടുത്താൽ മെയ് 10-ാം തീയതി
2024 മെയ് 10 വീഡിയോ എടുത്താൽ കാണാം. അത് വായിച്ചു നോക്കുക. ഇത്രമാത്രം. ഞാൻ നമസ്തേ. ഓക്കെ.